അപ്പോൾ പോപ്പുലേഷൻ തടയാനുള്ള വലിയൊരു മാർഗമാണ് നമ്മൾ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ്സ് അഥവാ ബർത്ത് കൺട്രോൾ ഡിവൈസസ്. അപ്പോൾ എന്താണ് കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡിവൈസസ് ആണ് വിച്ച് ഹെൽപ്പ് ടു പ്രിവെൻറ്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. നമുക്ക് ആവശ്യമില്ലാത്ത പ്രഗ്നൻസീനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഡിവൈസുകളാണ് കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയാം. അൺവാണ്ടഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രിവെൻറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി. സോ പ്രഗ്നൻസീനെ തടയാനോ കൺസെപ്ഷൻ തടയാനോ ഒക്കെയുള്ള ഡിവൈസുകളാണ്. സോ നമുക്ക് ആവശ്യമില്ലാത്ത പ്രഗ്നൻസീനെ വേണ്ട എന്ന് വെക്കാനും സോ പ്രഗ്നൻസി ഉണ്ടാവാതെ നോക്കാനും ഒക്കെയുള്ള ഡിവൈസുകളാണ് എന്ത്? കോൺട്രാസെപ്റ്റീവ്സ് ആണ്. കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡിവൈസുകളാണ് പ്രഗ്നൻസി വേണ്ട എന്ന് വെക്കാൻ, പ്രഗ്നൻസി നടക്കാതിരിക്കാനുള്ള ഡിവൈസുകളാണ് കോൺട്രാസെപ്റ്റീവ്സ്. സോ ഒരു കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിന് ചില ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണം. ഒരു നല്ല കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സിന് വേണ്ട ചില സ്വഭാവ സവിശേഷതകളാണ് അടുത്തത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഒരു നല്ല കോൺട്രാസെപ്റ്റീവ്, ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം. ആദ്യമായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഒരു കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞ ഡിവൈസ് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ആളുകൾ അത് ഉപയോഗിക്കില്ല. സോ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഈസിലി അവൈലബിൾ ആവണം. ഭയങ്കര ടഫാണ് അത് കിട്ടാൻ, വളരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ജനങ്ങളത് ഉപയോഗിക്കില്ല. സോ ഈസിലി അവൈലബിളും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ മാത്രമേ എല്ലാവരും അത് യൂസ് ചെയ്യുള്ളൂ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ആയിരിക്കണം. ആ കോൺട്രാസെപ്റ്റീവ് കൊണ്ട് എന്ത് പർപ്പസാണോ ഉദ്ദേശിക്കുന്നത് അത് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. അതുമാത്രമല്ല റിവേഴ്സിബിൾ വിത്ത് നോ ഓർ ലെസ് സൈഡ് എഫക്റ്റ്. ആ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ആവണം. അതുപോലെ റിവേഴ്സിബിൾ ആവണമെന്ന് നമ്മൾ എന്തിനു വേണ്ടി പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ അതിന് ശേഷം നമുക്ക് പ്രഗ്നൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത് നിർത്തിക്കഴിഞ്ഞാൽ ആ കോൺട്രാസെപ്റ്റീവ് ഡിവൈസിൻ്റെ ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് നോർമൽ റീപ്രൊഡക്റ്റീവ് മാറ്ററിലേക്ക് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജിയിലേക്ക് വരാൻ പറ്റണം. അതാണ് റിവേഴ്സിബിൾ. ഒരിക്കൽ ഒരു കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചൊരിക്കലും വരാത്ത തരത്തിലാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ കോൺസെപ്ഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി തടയാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് എപ്പോഴൊക്കെ പ്രഗ്നൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ ഇത് നിർത്തി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് നമ്മുടെ നോർമൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക് വരാൻ പറ്റണം. അതാണ് ഇഫക്റ്റീവായിരിക്കണം. അതോടൊപ്പം തന്നെ റിവേഴ്സിബിൾ ആയിരിക്കണം, തിരിച്ചു വരാനും പറ്റണം വിത്ത് നോ ഓർ ലെസ് സൈഡ് എഫക്റ്റ്. സൈഡ് എഫക്റ്റ് ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അഥവാ ഉണ്ടെങ്കിൽ വളരെ മിനിമം ലെവലുള്ള സൈഡ് എഫക്റ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ സെക്ഷൽ ഡ്രൈവ് ഓർ സെക്ഷൽ ഡിസയർ ഓർ സെക്ഷൽ ആക്ട് ഓഫ് ദ യൂസർ. ഇത് ഉപയോഗിക്കുന്ന ആളുടെ സെക്ഷൽ ആക്റ്റിനോ സെക്ഷൽ ഡ്രൈവിനോ സെക്ഷൽ ഡിസയറിനോ അങ്ങനെ ലൈംഗികമായുള്ള ആഗ്രഹങ്ങൾക്കോ അവരുടെ പ്രവൃത്തികൾക്കോ ഒരു തടസ്സം വരാത്ത രീതിയിലായിരിക്കണം ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ. അവരുടെ സെക്ഷൽ ആക്ടിനെ ഇൻ്റർഫിയർ ചെയ്യാൻ ഈ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് മൂലം പാടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കതിന് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആണെന്ന് പറയാം. സോ ആ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് വേണ്ട സവിശേഷതകൾ എന്ന് പറയുന്നത് അത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം, തിരിച്ചു വരാൻ പറ്റണം. അതുപോലെ തന്നെ നോ ഓർ ലെസ് സൈഡ് എഫക്റ്റ്, വളരെ മിനിമം ലെവലിലുള്ള സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുടെ സെക്ഷൽ ആക്ട് ഡിസയർ അല്ലെങ്കിൽ ആക്ടിവിറ്റിക്ക് ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻ്റർഫിയർ എന്ന തരത്തിലാവരുത് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഇതൊന്നുമില്ല, ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവാണ്. ഇനി പറയുകയാണെങ്കിൽ അടുത്തത് നമുക്ക് ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആരും തന്നെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇതൊരു നെസസറി അല്ല. ദോ ദീസ് കോൺട്രാസെപ്റ്റീവ്സ് ആർ നോട്ട് റെഗുലർ റിക്വയർമെൻറ്റ് ഫോർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് അല്ല കോൺട്രാസെപ്റ്റീവ്സ് ഒന്നും തന്നെ.
അത്രയും റെഗുലറായിട്ട് വേണ്ട, കമ്പൽസറി ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് അല്ല. എന്നിരുന്നാലും ഒരാൾ നിർബന്ധിതപൂർവം ഈ കോൺട്രാസെപ്റ്റീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാൻ ബാധ്യസ്ഥനാവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? വൺ ഈസ് ഫോഴ്സ് ടു യൂസ് ദം ടു അവോയ്ഡ്. അവർ നിർബന്ധിതപൂർവം ഇത് ഉപയോഗിക്കേണ്ടി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ നടക്കില്ല. ബർത്ത് കൺട്രോൾ നടന്നാൽ മാത്രമേ ഓവർ പോപ്പുലേഷൻ തടയാൻ പറ്റുള്ളൂ. സോ ഈ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പേസ് ചെയ്യാൻ, ഒരു കുട്ടി ഉണ്ടായി അടുത്ത കുട്ടി ഉണ്ടാവാനുള്ള ആ സ്പേസിന് വേണ്ടിയിട്ടും നമ്മൾ ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ് ഡിവൈസുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാവുകയാണ്. സോ ഇതൊരു റെഗുലർ റിക്വയർമെൻ്റ് അല്ലാഞ്ഞിട്ട് കൂടി ഒരാൾ നിർബന്ധിതപൂർവ്വം ഉപയോഗിക്കേണ്ടി വരികയാണ്. കാരണം എന്നാലേ പ്രഗ്നൻസി ഡിലേ ചെയ്യാനും അവോയ്ഡ് ചെയ്യാനും, അല്ലെങ്കിൽ 2 കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഇടയിലൊരു സ്പേസ്, ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അത്രയും ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ കോമൺ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യണേ നോക്കാം. വേരിയസ് കാറ്റഗറിയിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ അഥവാ ഡിവൈസുകളുണ്ട്. ആദ്യത്തെ മെത്തേഡാണ് നാച്ചുറൽ അഥവാ ട്രഡീഷണൽ മെത്തേഡ്. നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. രണ്ടാമത്തേത് ബാരിയർ മെത്തേഡ്. മൂന്നാമത്തേത് IUDs, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. നാലാമത്തേത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, പിൽസ് പോലത്തെ. അഞ്ചാമത്തേത് ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ് ആൻഡ് ഇൻജെക്റ്റബിൾ. ആറാമത്തേത് സർജിക്കൽ മെത്തേഡ്. സോ ഇത്രയും ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള കോൺട്രാസെപ്റ്റീവ്സുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം.